വീട് ഇപ്പോൾ ഒരു ചെറിയ പണിയിലാണ്. ഇതാണ് പഴയ വീട്. അതൊന്ന് ഇതേപോലെ സെറ്റപ്പ് ആക്കാൻ പറ്റുമെന്നാണ് നോക്കണത്. പിന്നെ ഇവിടെ ഒരു റൂം എടുക്കുകയാണ്. ഒരു വലിയ സിറ്റ് ഔട്ടായിരുന്നു, അതിലൊരു റൂം എടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ മരുമോനും മോളും വന്നാൽ എൻ്റെ മോൻ പുറത്തിറങ്ങി കിടക്കും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഒരു റൂം കൂടി എടുക്കാച്ചിട്ട് ഒരു റൂമിൻ്റെ പണിയും കൂടി ഉണ്ട്. എൻ്റെ മോനിക്ക് സ്വന്തമായിട്ടൊരു റൂമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പണിയെടുക്കണത് നമ്മുടെ അയൽവാസി തന്നെയാണ് കേട്ടോ, സത്യേട്ടനാണ്. നമ്മുടെ അടുത്ത ആളുകളുള്ളപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ദൂരണ്ട് പണിക്ക് ആളെ വിളിക്കണത്? ഇവിടെ പണിയെടുക്കുന്നത് സത്യേട്ടനും ടീമുമാണ് പണിയെടുക്കുന്നത്. പക്ഷെ വന്നാൽ മതി അവർക്ക് സ്ഥിരമായിട്ട്. നമുക്കൊരു പെട്ടെന്ന് ആവശ്യം വന്നാൽ പുറത്തുനിന്ന് ആളെ വിളിച്ചാൽ അവരെയൊക്കെ കിട്ടുമോ? ഇവരൊക്കെ തന്നെയല്ലേ നമ്മൾ വിളിച്ചാൽ വേഗം വരുള്ളൂ. ഞങ്ങളിപ്പോൾ 2 ആളേ ഉള്ളു. മോനൊരു മോളെയും കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരാവും. ഞങ്ങൾ 3 ആളുകളും താമസിക്കാൻ ഇഷ്ടം പോലെ സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വീട് തന്നെ നേരാക്കി എടുത്താൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്നുകൂടി മോടി പിടിപ്പിച്ചെടുക്കുക. പിന്നെ ഉള്ള പൈസ കൊണ്ട് ഒരുപാട് കടമൊന്നും വാങ്ങാതെ ബാധ്യതകളൊന്നും ഇല്ലാതെ കയ്യിലിരിക്കണ കാശ് കൊണ്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. പിന്നെ വലിയ കടമൊക്കെ വാങ്ങി വലിയ വീടൊക്കെ വെച്ച് രാത്രി കിടന്നുറങ്ങാനും പറ്റില്ല, ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല, തിന്നാനും കുടിക്കാനും ഒന്നും തോന്നില്ല. ഇതാവുമ്പോൾ ഉണ്ടല്ലോ നല്ല മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ല ഹാപ്പിയിൽ ജീവിക്കാൻ പറ്റും. നമ്മൾ കടം കള്ളിയൊന്നും ഇല്ലെങ്കിൽ കടം വാങ്ങണവരും കടം ഉള്ളവർക്കും രാത്രി ഉറങ്ങണത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് കടമൊന്നും വാങ്ങാതെ ഉള്ളത് വെച്ചിട്ട് നമ്മളിത് ചെയ്യുക. ഇത് കണ്ടില്ലേ മക്കളെ, കഴിക്കോലും പട്ടിയൊക്കെ ചെതല് തിന്നി തൂങ്ങി ഒടിഞ്ഞ് ചാടി പൊട്ടിയിട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഇതൊക്കെ മാറ്റിയിട്ട് ഇരുമ്പിൻ്റെതൊക്കെ ആക്കാനാണ് പ്ലാൻ. അപ്പം ചെതലിനെ കണ്ട് പേടിക്കണ്ടല്ലോ. അപ്പം ഇരുമ്പിൻ്റെ പണി ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ അയൽവാസി രതീഷിൻ്റെ അടുത്താണ്. അവന് എൻ്റെ മോനെ പോലെ തന്നെയാണ്. അവനോട് നമുക്ക് എന്തും പറയാം, എന്തും ചെയ്യാൻ പറയാം. ഈ ജന്നലിൻ്റെ കട്ടളയൊക്കെ കണ്ടില്ല മക്കളെ, ഇതൊക്കെ ദുരഭിച്ച് ഇതേപോലെ തന്നെ ഇവിടൊക്കെ ചെതല് തിന്നിരുന്നതൊക്കെ ഞാൻ കുത്തി തുരന്നെടുത്തിട്ട് സിമൻറ്റ് തേച്ചതാണ് താർക്കാലം. അപ്പം ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ കോൺക്രീറ്റിൻ്റെ ജന്നൽ കട്ടളയും വാതിൽ കട്ടളയും ഇടാനാണ് പ്ലാന്. അപ്പോൾ പിന്നെ ചെതലിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും. അപ്പം ഇതാണ് ഞങ്ങളുടെ പ്ലാന്. കട ഒന്നും വാങ്ങാതെ കയ്യിലുള്ള പൈസ കൊണ്ട് ഒന്ന് മോടി പിടിപ്പിക്കുക. അപ്പം എല്ലാവരുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇതുപോലെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും പടച്ചോന് ഇതിനേക്കാളും നല്ല വീടായിട്ട് കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പടച്ചവനോട് പ്രാർത്ഥിക്കാം. ഇതേപോലെ ആക്കാനാണ് എൻ്റെ പ്ലാന്. ഇതുപോലെ ആയാലും ആയില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരും.